ഹലോ ഗുഡ് ആഫ്റ്റർനൂൺ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് രാവിലെയും അല്ല വൈകുന്നേരവും അല്ല ഉച്ചക്കാണ്, ഒരു നോൺ വ്ളോഗ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. എനിക്ക് നല്ല സുഖമില്ല കേട്ടോ, നല്ല തൊണ്ടവേദനയും ചെറിയൊരു ഹെഡേക്കും എല്ലാം ഉണ്ട്. ഞാൻ ഇന്നലത്തെ വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ചെറുതായിട്ട് കോൾഡ് പിടിച്ചിരുന്നു. അപ്പോൾ ഇന്നത്തേക്ക് അത് തൊണ്ടവേദനയായിട്ട് മാറിയിട്ടുണ്ട്. എനിക്കൊന്ന് ഭയങ്കര ചൂടല്ലേ, നല്ല വേർപ്പാണ് എനിക്ക്, അതുകൊണ്ടാണ് തോന്നുന്നു. അല്ലെങ്കിൽ ഞാൻ ഐസ്ക്രീം കഴിച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടായിരിക്കും. എനിക്ക് ചില സമയത്ത് നല്ല തണുപ്പ് കഴിക്കുമ്പോൾ തൊണ്ടവേദന വരുത്തുന്നുണ്ട്, ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഉച്ചക്കത്തെ ഒരു ലഞ്ച് പ്രിപ്പറേഷനൊക്കെയാണ്. നമ്മുടെ ലഞ്ചല്ല, നമ്മുടെ ലഞ്ചൊക്കെ ഓൾറെഡി ആയി. നമ്മളെ കറിയൊക്കെ നിച്ചൂട്ടിക്ക് പറ്റാത്ത കറിയുള്ള ദിവസം ഞാൻ പെട്ടെന്ന് നിച്ചൂട്ടിക്ക് ആക്കി കൊടുക്കുന്ന ഒരു ഫുഡ് ഞാൻ റെസിപ്പി ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. പിന്നെ കുറച്ച് ഇന്നത്തെ വിശേഷങ്ങളും ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു നമ്മുടെ ഇന്നത്തെ വ്ളോഗ്. അപ്പോൾ ഇന്ന് നിച്ചൂട്ടിക്ക് ആക്കാൻ പോകുന്ന ഒരു ഫുഡാണ്. കുറേ പേര് പറയലുണ്ട് നിച്ചൂട്ടിൻ്റെ ഫുഡ് റെസിപ്പീസൊക്കെ ഒന്ന് ഷെയർ ചെയ്യുമെന്ന്, അതും കൂടെ ഇന്നത്തെ വ്ളോഗിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാമല്ലോ. ഉച്ചയായ സമയം നിച്ചൂട്ടി ഉറക്കാന്ന്, നിച്ചൂടിക്കുമ്പോഴേക്ക് നമുക്ക് ലഞ്ച് തയ്യാറാക്കാം. ആദ്യത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഫ്രിഡ്ജ് തുറന്നിട്ട് ആവശ്യമുള്ള പച്ചക്കറിയൊക്കെ ഒന്ന് എടുത്ത് പുറത്ത് വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ നിച്ചൂട്ടിക്ക് ഇതിന് വേണ്ടിയിട്ട് ആവശ്യമുള്ള, നിച്ചൂട്ടിക്ക് ഇഷ്ടപ്പെടുന്നതൊക്കെ നോക്കിയിട്ടുള്ള 2-3 പച്ചക്കറികളൊക്കെ എടുത്തിട്ട് പുറത്തേക്ക് വെക്കുകയാണ്. ഞാനിവിടെ ഒരു ഉരുളക്കിഴങ്ങ്, ക്യാരറ്റ്, ഉള്ളി, തക്കാളി, പിന്നെ ബീറ്റ്റൂട്ട്, പിന്നെ അതിൻ്റെ കൂടെ ബീൻസും കൂടെ ആഡ് ചെയ്യും കേട്ടോ. ഇത്രയാണ് ആഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ബീൻസ് ഇപ്പോൾ ഇല്ല, അച്ഛൻ ഇപ്പോൾ പുറത്ത് പോയിട്ട് വരുന്നുണ്ട്, അപ്പോൾ കൊണ്ടുതരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഏതായാലും പണി തുടങ്ങിയിട്ടുണ്ട്. അപ്പോഴേക്ക് അച്ഛൻ ബീൻസ് കൊണ്ടുതരുമ്പോൾ അതും കൂടെ ആഡ് ചെയ്താൽ മതിയല്ലോ. അപ്പോൾ സമയം കളയണ്ടെന്ന് വിചാരിച്ചിട്ട് വേഗം തുടങ്ങിയിട്ടുണ്ട്. ഉച്ചയായി, അപ്പോൾ നിച്ചൂട്ടി നല്ല ഉറക്കമാണ്. അപ്പോൾ നിച്ചുവിൻ്റെ ഉറക്കം കഴിയുമ്പോഴേക്ക് നമ്മളെ പണി തീർക്കണം എന്നുള്ള ഇതിലാണ് തുടങ്ങിയത്. അതുകൊണ്ട് അച്ഛൻ ഏകദേശം എത്താനായി എന്ന് പറഞ്ഞുകൊണ്ട് ഞാനങ്ങ് പണി തുടങ്ങിയതാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഇതിൻ്റെ എല്ലാം ഒന്ന് തൊലിയൊക്കെ ജസ്റ്റ് ക്യാരറ്റൊക്കെ ഒന്ന് ചുരണ്ടി കളയണമല്ലോ, അതൊക്കെ കളഞ്ഞിട്ട് കഴുകാനുള്ള പാകത്തിലാക്കിയിട്ട് വെക്കാം. ഈ മുറിക്കുന്ന കാര്യത്തിൽ ഞാൻ തീരെ എക്സ്പേർട്ടല്ല. ചിലവർ കയ്യിലൊക്കെ വെച്ചിട്ട് തന്നെ ചടപടാന്ന് പറഞ്ഞിട്ട് മുറിക്കൂലേ, പക്ഷെ എനിക്ക് ആവുകയില്ല കേട്ടോ. എനിക്ക് ഈ കട്ടിംഗ് ബോർഡ് ഇല്ലാണ്ട് ആവുകയില്ല. ഇല്ലാണ്ട് മുറിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കൈ മുറിക്കുകയും ചെയ്യും. അങ്ങനത്തെ ഒരു പ്രത്യേക സ്വഭാവമായി പോയി. അതുകൊണ്ട് എന്തായാലും കൈ മുറി എന്നുള്ള കാര്യം ഉറപ്പാണ്. അതുകൊണ്ട് ഞാൻ ആ സാഹസത്തിന് മെനക്കെടലില്ല. കട്ടിംഗ് ബോർഡ് വെച്ചിട്ട് തന്നെയാണ് മുറിക്കൽ. അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്യാം. മറ്റേ ചോപ്പർ ഞാൻ ഇതുവരെ വാങ്ങിയിട്ടില്ല കേട്ടോ, ഇനി ഒന്ന് വാങ്ങി നോക്കണം. ഞാൻ പണ്ടെല്ലാം വേണ്ട ആവശ്യം ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ട് വാങ്ങിക്കാണ്ടിരുന്നതാണ്. നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ ഒന്ന് പറയണേ, യൂസ്ഫുൾ ആണോ എന്നുള്ള കാര്യം, കുറേ നാൾ നിൽക്കുന്നുണ്ടോ എന്നെല്ലാം ഒന്ന് പറയണേ. ചിലതൊക്കെ വേഗം മോശമാവുന്നെന്ന് കേട്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് മെയിനായിട്ട് വാങ്ങിക്കാണ്ടിരുന്നത്. അപ്പം ഇങ്ങനെയൊക്കെ പെട്ടെന്നൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് തോന്നുന്നു അത് വലിയ വലിയ പീസാക്കി അതിന് ഇട്ട് കഴിഞ്ഞാൽ വേഗം ആയിക്കോളുമല്ലോ. അപ്പം നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ ഒന്ന് പറയണം കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു വെജ് ബിരിയാണി ടൈപ്പ് അങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. വെജ് ബിരിയാണി ടൈപ്പ് അല്ല, വെജ് ബിരിയാണി തന്നെ. ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ പച്ചക്കറിയൊക്കെ ഡയറക്റ്റ് നമ്മൾ സാമ്പാറിലൊക്കെ ഇടുമ്പോൾ ചിലപ്പോൾ പിള്ളേർക്ക് ഇഷ്ടാവില്ലല്ലോ. അപ്പം ഇങ്ങനെ ആകുമ്പോൾ കുറച്ച് പച്ചക്കറിയൊക്കെ മിക്സ് ആയിട്ട് അതിൻ്റെ കൂടെ കിട്ടുകയും ചെയ്യും. അതുകൊണ്ടാണ് മെയിനായിട്ട് ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുന്നത്. നമ്മൾ പണ്ട് ദാൽ കിച്ചടി ഉണ്ടാക്കിയിട്ടേ അതുപോലെ തന്നെ. അതിപ്പം പക്ഷെ നിച്ചുവിന് വലിയ ഇഷ്ടമല്ല. അതിൽ റൈസ് നമ്മൾ മറ്റേ റൈസ് തന്നെയല്ല ഇടുന്നത്, അതുകൊണ്ട് വലിയ ഇഷ്ടമല്ല. ഇതാവുമ്പോൾ പിന്നെയും ഇഷ്ടമാണ്. ചിലപ്പോൾ ഇത് 2 നേരത്തേക്ക് ആവുകയും ചെയ്തു. കുറച്ച് രാത്രിയൊക്കെ എടുത്തു വെച്ച് കഴിഞ്ഞാൽ രാത്രിയും കഴിക്കുമല്ലോ. അപ്പോൾ 2 നേരത്തേക്ക് ആവുകയും ചെയ്തു. നിങ്ങളുടെ കയ്യിൽ എന്തെല്ലാം പച്ചക്കറിയാണോ ഉള്ളത് അതെല്ലാം എടുക്കാം കേട്ടോ. ഞാനിപ്പം ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ ബീൻസും ക്യാരറ്റും ഞാൻ മെയിനായിട്ട് ഇടലുണ്ട്. അത് ഇട്ടാലേ നമുക്ക് വെജ് ബിരിയാണിക്ക് കുറച്ചൊരു ടേസ്റ്റ്, കാണാനും ഭംഗിയുണ്ടാവും. പിന്നെ ബീറ്റ്റൂട്ട് ഒരു ചെറിയ പീസ് എടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ആ കളറ് മാറുമല്ലോ, അതിന് വേണ്ടിയിട്ട്. പിന്നെ ഉള്ളി, തക്കാളി, പിന്നെ ഒരു പൊട്ടറ്റോ, ഇത്രയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും വെജിറ്റബിൾസ് ഒക്കെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും ഇതിൻ്റെ കൂടെ തന്നെ ആഡ് ചെയ്യാം. ഞാൻ പണ്ട് പറഞ്ഞിട്ടില്ലേ, ഒരു ബിന്ദുസ് ബ്രെയിൻ വൈബ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ഡോക്ടർ വീഡിയോ ഞാൻ ഫോളോ ചെയ്യലുണ്ടെന്ന്. അപ്പം അതിനകത്ത് ഇതിനിടക്ക് പറഞ്ഞിട്ടുള്ളതായിരുന്നു ഒരു സൂപ്പർ ഫുഡ് എന്ന് പറയുന്നത്. പിള്ളേർക്ക് കൊടുക്കാൻ പറ്റിയ സൂപ്പർ ഫുഡിൽ വരുന്നതാണ് ഈ ഉള്ളിയും തക്കാളി, അതുപോലെ മഞ്ഞൾപ്പൊടിയില്ലേ, മഞ്ഞൾപ്പൊടി, അതൊക്കെ വരുന്നതാണ്. അപ്പം അതൊക്കെ നമ്മൾ എല്ലാ ദിവസവും ബേബി ഫുഡിൽ ആഡ് ചെയ്താൽ നല്ലതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം എന്ത് ചെയ്യുമ്പോൾ നമ്മൾ കുറച്ചൊരു മഞ്ഞൾപ്പൊടി, ഇപ്പം വെറുതെ ഒരു മുട്ട ഓംലെറ്റ് ആക്കുമ്പോൾ ആയാലും എല്ലാം കുറച്ചൊരു മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിള്ളേർക്ക് നല്ലതായിരിക്കും. അപ്പോൾ ഇതാ ഞാനിവിടെ വെജിറ്റബിൾസ് ഒക്കെ മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക്
ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങാം. അതിന് വേണ്ടിയിട്ടൊരു കുക്കർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒന്ന് വെള്ളം ആറുമ്പോൾ കുറച്ച് നമുക്ക് നെയ്യാക്കി കൊടുക്കാം. എന്നിട്ട് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. വെള്ളമെല്ലാം വറ്റിയിട്ടുണ്ടേ. നമുക്ക് കുറച്ച് നെയ്യാക്കി കൊടുക്കാം. ആ നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് അതിനകത്തേക്ക് ഒരു ഗ്രാമ്പൂ, ഒരു ചെറിയ പീസ് പട്ട, കുറച്ച് ജീരകം, ഇത്ര ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ മൂത്ത് വരുമ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം ആഡ് ചെയ്ത് കൊടുക്കാം. എല്ലാം ഒരുമിച്ച് തന്നെ ഇട്ടോട്ടെ. സെപ്പറേറ്റ് അല്ല, എല്ലാ വെജിറ്റബിൾസും കൂടെ ഒരുമിച്ച് ഇട്ട് കൊടുത്തു. അതൊന്ന് മൂത്ത് വരട്ടെ. ആ സമയത്ത് നമുക്ക് അരി ഇട്ട് കൊടുക്കാം. അപ്പം ഞാനിതാ ഇവിടെ അരി എടുത്തിട്ടുണ്ട്. ഈ ഒരു ഗ്ലാസ്സിന് ഒരു അര ഗ്ലാസ് അരിയാണ് കേട്ടോ എടുത്ത്. അത്രയൊന്നും നിച്ചുവിന് ആവശ്യമില്ല. ചിലപ്പോൾ ഞാനും കഴിക്കും. ഇഷ്ടമാണ്, എനിക്കും ഇഷ്ടമാണ് ഇത്. ചിലപ്പോൾ ഏട്ടനും കഴിക്കലുണ്ട്. ഏട്ടൻ ഇപ്പോൾ ഉച്ചയ്ക്ക് ഇല്ല, എന്നാലും വൈകുന്നേരം കഴിക്കാമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് അരിക്കങ്ങ് വേണമെങ്കിലോ എന്ന് വെച്ചിട്ട് ഒരു അര ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഗ്ലാസ്സിൽ തന്നെ നമ്മൾ വെള്ളം എടുത്താൽ മതി. ഇനി ഇത് നന്നായിട്ടൊന്ന് നമുക്ക് കഴുകിയെടുക്കാം. ബിരിയാണി റൈസ് വന്നിട്ട് അടുത്ത് നമ്മൾ നെയ്ച്ചോറ് അരിയില്ലേ, അത് തന്നെയാണ് എടുത്തത്. 2-3 പ്രാവശ്യം കഴുകിയിട്ട് നമുക്ക് നമ്മുടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. വെജിറ്റബിൾസ് ഒക്കെ ഇട്ടിട്ട് അവിടെ വേവുന്നുണ്ട്, അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങ് എണീച്ചാ അതെയാ? ബാ എവിടെ പോണ്ടേ? പോവാന്നാ? പോവായിച്ചോ? നിച്ചുവിന് അമ്മ വെജ് ബിരിയാണി ആക്കട്ടെ. നിച്ചുന് വേണാ? തിന്നാൻ വേണാ? അമ്മ ആക്കിട്ട് തരേ എടുക്കുന്ന ഓള് വീഡിയോ എടുക്കുന്ന നിച്ചു എടുക്കുന്നുണ്ടോ വീഡിയോ? ഇവിടെ വെക്കാം, നമുക്ക് ഫോൺ ഇവിടെ വെക്കാം. ഇവിടെ നോക്കിക്കോ. അങ്ങനെ നിച്ചൂട്ടി ഉറക്കമൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ തക്കുട അവിടുന്ന് പപ്പടം കാച്ചാൻ വേണ്ടിയിട്ട് ആ സൈഡിലൂടെ നടക്കുവാണ് കേട്ടോ. അപ്പോൾ അച്ഛൻ ഫുഡ് കഴിക്കുന്നുണ്ട്, അമ്മയും കഴിക്കുന്നുണ്ട്. അങ്ങനെ ഓരോരാൾ ഓരോ ഭാഗത്തായിട്ടുണ്ട്. നിച്ചു എണീറ്റാൽ പിന്നെ ഭയങ്കര ബഹളമായിരിക്കും. എന്താന്ന് എടുക്കണം, അമ്മയെന്ന് വിളിച്ചിട്ട് ബാക്കിൽ തന്നെ നടക്കും. എപ്പോഴും കാണുന്നുണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ എടുത്തിട്ട് തന്നെ ബാക്കി പരിപാടികളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ പച്ചക്കറിയൊക്കെ നല്ലോണം മൂത്ത് വരുമ്പം അതിലേക്ക് കുറച്ച് ഗരം മസാലയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. എന്നാൽ ആ ഗരം മസാലയും കൂടി ഇടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടും കേട്ടോ. പിള്ളേർക്ക് ഇഷ്ടമായിരിക്കും. അധികം അങ്ങനെ ഒരു ടേസ്റ്റ് വരാൻ മാത്രം ഇടണ്ട. കുറച്ചൊന്ന് ഇട്ട് കൊടുക്കുക, കുറച്ച് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കുക. ഇത് ലാസ്റ്റ് വെള്ളം ഒഴിച്ചതിന് ശേഷം വെള്ളവും അരിയും ഒഴിച്ചതിന് ശേഷം നമ്മൾ ഉപ്പിട്ടാൽ മതി, ലാസ്റ്റ് ഇട്ടാൽ മതി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഗരം മസാലയും ഒക്കെ അതിനകത്തേക്ക് ആഡ് ചെയ്യാമെന്ന്. അപ്പോൾ ഇതാ അരി ഇട്ടിട്ട് ഒരു മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുത്തു. ഇനി നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഇതിൽ അര ഗ്ലാസ് അരിയാന്ന് എടുത്തിട്ടുണ്ടായ. അപ്പോൾ ഇതിൽ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഒരു വിസിൽ മതി ശരിക്കും. നിശ്ചയമായതുകൊണ്ട് 2 വിസിലടുപ്പിക്കാം. ഉപ്പിടണേ, ഉപ്പിട്ടിട്ട് കുക്കർ അടക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഇട്ട് കൊടുക്കും എപ്പോഴും പൊടിക്കൊന്ന് ഉപ്പ് കൂടുതലായിട്ട് നിൽക്കുന്ന രീതിയിൽ ഇട്ട് കൊടുക്കണം. നമ്മൾ സാധാരണ നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കുമ്പോൾ അങ്ങനെയല്ലേ ചെയ്യുക. കുറച്ച് അത് അരി എന്താ നമ്മുടെ ചോറായിട്ട് വരുമ്പോഴേക്കും ഉപ്പ് കറക്റ്റായിട്ട് പിടിച്ചോളും. അപ്പോൾ പൊടിക്ക് ഉപ്പ് അധികം എന്നുള്ള രീതിയിൽ നമ്മൾ ഉപ്പിട്ട് കൊടുത്തു കഴിഞ്ഞാൽ വെന്ത് വരുമ്പോഴേക്ക് കറക്റ്റ് ഉപ്പായിരിക്കും.
ഇതാ നമ്മൾ കുക്കർ അടച്ചു വെച്ചിട്ടുണ്ട്. ഇനി ഒരു 2 വിസിലിൽ ആയിക്കോളും. ആ ഉറുമ്പ് കേറി. നിച്ചുവിന്റെ അമൃതം പൊടിയിൽ ഉമ്പ് കേറി. നിച്ചിന് മുടിയെല്ലാം നോക്കിയാട്ടെ. രാവിലെ സുന്ദരി അയച്ച് മുടിയെല്ലാം കെട്ടീനെ, ഇപ്പൊ എല്ലാം പോയി അല്ലേ കണ്ണ? നിച്ചു പിക്കണോ? എങ്ങനെ പിക്കണാ? ഇപ്പൊ കുക്കർ അടിക്കുവേ, വിസിലടിക്കുവേ, ഞെട്ടല്ലേ? ആ വേണ്ട. എന്നാ നോക്കിയേക്കുന്നു ചേട്ടി, എന്നാ നോക്കി. ഒന്ന് ബേബി വേണ്ടപ്പാ, അത് കുക്കരല്ലേ? മിച്ചുവിന്റെ വെജ് ബിരിയാണി എങ്ങനെ അടിക്കുക? ഓഫാക്കാം, നമുക്ക് ഓഫാക്കാം. ആ ഒന്നും കൂടെ അടിക്കട്ടെ. 2 ഓഫാക്കിയോ. അപ്പോൾ ഇനി ഇതിന്റെ ഗ്യാസ് പോയിട്ട് നമുക്ക് ഓപ്പൺ ചെയ്താൽ സെറ്റായി. ഇത് നിച്ചുവിന് മാമൻ തരൂ കേട്ടോ അമ്മ. അപ്പൊ പോണോ? നിച്ചുവിന് കുക്കർ വിസിലടിക്കുന്ന കുറച്ച് പേടിയാന്നേ, ബേബിയാന്നേ. നിച്ചു അമ്മക്ക് വയ്യ, സ്ഥിരമുള്ളതാണേ. ഞാൻ രാവിലെ കാര്യമായിട്ട് പറഞ്ഞു, നിച്ചു അമ്മക്ക് വയ്യ. നിച്ചുവിന് വയ്യ അമ്മേ, അമ്മക്ക് കാല് വേദന. നിച്ചുവിന് കാല് വേദനയാ? അമ്മക്ക് എന്തുണ്ടെങ്കോ അത് നിച്ചുട്ടിക്കുണ്ടേ. ഉമ്മ താമക്ക്, അമ്മക്ക് ഉമ്മ താ, അമ്മക്ക് ഉമ്മ വേണം. നമുക്ക് കുറച്ച് റെസ്റ്റ് എടുക്കേ, അപ്പോഴേക്കും അത് സെറ്റ് ആവും കേട്ടോ. എന്നിട്ട് എൻ്റെ വാവക്ക് തരുവേ തിന്നാൻ. ബേബി ഇല്ല, അത് ഓഫാക്കി. അപ്പോൾ ഇതാ ഞാൻ ഗ്യാസ് എല്ലാം കളഞ്ഞിട്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇതാ നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ടേ. വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്, കറക്റ്റ് വേവും ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് ഇളക്കിയിട്ട്, ഇളക്കിയിട്ട് പറഞ്ഞാൽ മിക്സ് ചെയ്തിട്ട് നേരത്തെ നമ്മളെ കണ്ണൂർ ഭാഷയിൽ അത് ഒന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതിന് ചൂടാറിയിട്ട് നമുക്ക് നിച്ചുവിന് കൊടുക്കാം. അങ്ങനെ ഫുഡൊക്കെ റെഡി ആയിട്ടുണ്ട്. ഞാൻ നിച്ചുട്ടിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. നിച്ചുട്ടിനെ സെറ്റാക്കിയിട്ട് സോഫയിൽ ഇരുത്തിയിട്ടുണ്ട് കേട്ടോ. ഇടയ്ക്ക് ടി വി ഒക്കെ വെക്കും, പാട്ടൊക്കെ വെക്കും ടി വിയിൽ. അപ്പോൾ നിച്ചുട്ടി അതൊക്കെ എൻജോയ് ചെയ്തുകൊണ്ട് ഇങ്ങനെ കളിച്ചോളും. കാർട്ടൂൺ വല്ലപ്പോഴും വെച്ച് കൊടുക്കും. കാർട്ടൂൺ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കളേഴ്സൊക്കെ പഠിക്കാൻ പറ്റിയ അങ്ങനത്തെ സാധനങ്ങളൊക്കെ വെച്ച് കൊടുക്കും. മെയിനായിട്ട് അങ്ങനെ വെച്ച് കൊടുക്കുക. പിന്നെ പാട്ട് അപൂർവം വെച്ച് കൊടുക്കും. ബാക്കിയുള്ള സമയത്തൊക്കെ സിനിമാ പാട്ടും അങ്ങനെയുള്ള കുറച്ച് ഡാൻസ് കളിക്കേണ്ട പാട്ടുകളൊക്കെ വെച്ച് കൊടുക്കും. അങ്ങനെ ആകുമ്പം അതൊക്കെ എൻജോയ് ചെയ്യുമല്ലോ. ഈ കാർട്ടൂൺ തന്നെ ആകുമ്പോഴാണ് ഭയങ്കര കളറിലായിരിക്കുമല്ലോ അതിന് പിള്ളേരെ കാർട്ടൂൺ, പിള്ളേരെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അവിടെ അത് അധികം കാണിക്കാതെ ഇടയ്ക്കിടയ്ക്ക് പാട്ടൊക്കെ വെച്ച് കൊടുക്കും. അത് നിച്ചുവിന് ഇഷ്ടമാണ്, ഇടയ്ക്ക് ഇങ്ങനെ തുള്ളിക്കൊണ്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ വെച്ച് കൊടുത്തിട്ടാണ് ഉച്ചക്ക് മിക്കവാറും തീറ്റിക്കുക. എന്ന് വെച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഉച്ചക്ക് നിച്ചു തിന്നുവേ ഇല്ല. അതുകൊണ്ട് ഉച്ചക്ക് എന്തായാലും ടി വി ഒക്കെ വെച്ചിട്ട് തന്നെയാണ് തിന്നൽ. അങ്ങനെ നിച്ചൂട്ടിക്ക് ഫുഡ് കൊടുത്ത് അത്യാവശ്യം കഴിച്ചു. അതുകൊണ്ട് കുറച്ച് സമാധാനം. നമ്മൾ കഷ്ടപ്പെട്ടാക്കിയിട്ട് മക്കൾ കുറച്ച് കഴിച്ചാൽ നമുക്ക് എന്താ ആശ്വാസമാണല്ലേ. ഇനി വൈകുന്നേരത്തേക്കല്ലേ നോക്കണ്ടു. എനിക്ക് ഭയങ്കര ആശ്വാസമാണ്. ഏട്ടൻ എപ്പോഴും തന്നെ ചീത്ത പറയും, നീ ഓവർ കെയറിങ് ആണ് നിച്ചുനാന്ന് പറഞ്ഞിട്ട്. ഫുഡിന്റെ കാര്യത്തിൽ കഴിച്ചിട്ടില്ലെങ്കിൽ മാറ്റി മാറ്റി ഉണ്ടാക്കി കൊടുക്കും. പക്ഷെ നമുക്ക് മക്കൾ കഴിച്ചിട്ടില്ലെങ്കിൽ ഭയങ്കര ടെൻഷൻ ആയിരിക്കൂലേ. എല്ലാ അമ്മമാർക്കും അങ്ങനെ തന്നെ ആയിരിക്കൂലേ. അതുകൊണ്ട് കുറച്ച് സമയത്തേക്ക് ആശ്വാസമായി, കുറച്ചെങ്കിലും കഴിച്ചതുകൊണ്ട്. അപ്പൊ ഇനി ഞാൻ കഴിക്കട്ടെ. അച്ഛൻ്റെ അമ്മ ഇപ്പം കലമ്പ് കിട്ടിയതേ ഉള്ളൂ. 2:30 എന്നാ ഫുഡ് കഴിക്കാത്ത ചോദിച്ചിട്ട്. അപ്പം ഞാൻ കഴിക്കട്ടെ. അങ്ങനെ ഫുഡെല്ലാം കഴിച്ചേ. ഇനി അപ്പം ഇത് ഒരു വിസിലടിച്ചാലും മതിയിട്ടോ. ഞാൻ 2 വിസിലടിച്ച എന്തിനാ വെച്ചാൽ അത് കുറേ നേരം ആ ആവി പോകുന്നവരെ വെയിറ്റ് ചെയ്യണ്ടല്ലോ. സമയം ആയിന് ഏകദേശം. ഞാൻ ലേറ്റ് ആയി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പം 2 വിസിലടിച്ചിട്ട് ആവി ഫുള്ള് കളഞ്ഞിട്ട് വേഗം എടുക്കുക ചെയ്തേ. നിങ്ങൾ ഒരു വിസിലടിച്ചിട്ട് പിന്നീട് ആ ഗ്യാസ് പോയതിന് ശേഷം എടുത്താൽ മതി കേട്ടോ. അപ്പോഴേക്ക് കറക്റ്റ് വേവായിരിക്കും. നമ്മൾ വെള്ളമൊക്കെ കറക്റ്റ് ആയിട്ടല്ലേ വെച്ചേ. അത്ര ഒരു ഇരട്ടി വെള്ളം, അര ഗ്ലാസ്സിന് അതിൻ്റെ ഇരട്ടി. അതിന് കുറച്ച് കുറഞ്ഞാലും കുഴപ്പമില്ല കേട്ടോ. നല്ല റൈസ് വറവറാന്നിരിക്കണമെങ്കിൽ കുറച്ച് കുറഞ്ഞിട്ട് വെച്ചാൽ മതി. പിന്നെ വെജിറ്റബിൾസ് എല്ലാം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് മാറ്റാം. ഈ ഒരു തക്കാളി ഞാൻ മുഴുവനായിട്ട് ഇട്ടുകൊണ്ട് ചെറിയൊരു തക്കാളിൻ്റെ ഒരു പുളിപ്പുണ്ടാവും. അത് ഇഷ്ടമല്ല മക്കൾക്ക് എന്നുണ്ടെങ്കിൽ ആ തക്കാളിൻ്റെ ഹാഫ് എടുത്താൽ മതി. അങ്ങനെ നോക്കിയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഫുഡ് കഴിച്ചു. എനിക്ക് കുറച്ച് നേരം റെസ്റ്റ് എടുക്കട്ടെ. ഞാൻ പറഞ്ഞില്ല, എനിക്ക് തൊണ്ടക്ക് എന്തോ ഒരു സുഖം കിട്ടുന്നില്ല. അപ്പോൾ നമുക്ക് കുറച്ച് നേരം റെസ്റ്റ് കഴിഞ്ഞിട്ട് കാണാം. അമ്മ, നിച്ചു, ഡോറ, നമ്മൾ 3 ആളും കുറച്ചു നേരം താച്ചട്ടെ. ഡോറ ചേച്ചി കൊടുത്തു. നിച്ചുടെ ഡോറ ചേച്ചി അത് അതെയാ? ആ ഓ നിച്ചു വാവാവോ ഉറക്കിയ ഡോറേന, വാവാവോ ഉറക്ക്.
അച്ഛൻ പാടി. അമ്മ തന്നെ. അപ്പൊ നിച്ചുട്ടിന്റെ അച്ഛ വന്നേ. നമ്മൾ എത്ര നേരമായി ഒരച്ഛനെ കാത്തുക്കുന്ന. അപ്പൊ അച്ഛൻ മിഠായി കൊണ്ടു തന്നെ അമ്മക്കും നിച്ചുവിനും അല്ലേ. ഇത് ഏട്ടനില്ലേ, ഇന്നലെ ഏട്ടൻ ആടുന്ന് കോഫി ഹൗസിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ട് ഒരു മിഠായി തന്നേന്ന് പറഞ്ഞു. നല്ല ടേസ്റ്റ്. ഞാൻ വന്നാ പിന്നെ വാങ്ങിക്കലല്ലേ. അപ്പൊ ഏട്ടൻ ഇന്ന് വരുമ്പോ അത് വാങ്ങിക്കൊണ്ടിട്ടുണ്ടേ. ഇത് കാണുമ്പോ നമ്മളെ ബൗണ്ടിയല്ലേ മിഠായി, അതിന്റെ കവറിങ് ആണ്. അത് പൊളിച്ചു തരണോ? അമ്മ തിന്നു നോക്കട്ടെ. നിച്ചുവിനെ പറ്റിക്കുവേ. വേണ്ട വേണ്ട വേണ്ട, വേഗം തിന്നിട്ട് അമ്മേന്റെ വാങ്ങാനല്ലേ. നമ്മളെ മറ്റേ ഉണ്ടില്ല കേട്ടാ, പാക്കറ്റ് കിട്ടുന്നേ തേങ്ങാപ്പീരന്റെ ഒരു ഉണ്ട. ഇങ്ങനത്തെ ഉണ്ട പാക്കറ്റ് കിട്ടില്ലേ, എള്ളുണ്ട പോലത്തെ. എനിക്കിത് ഇഷ്ടം. ഇത് മറ്റേ ടേസ്റ്റ് തന്നെ ഏകദേശം. ഉള്ളിലുള്ള തേങ്ങാപ്പീരാനും ഉണ്ട്. നല്ലത് പോയി ചേട്ടാ. ഇച്ചു തട്ടിപ്പ് കള്ളാ. മിണ്ടാ ചൊടിയാ എന്നൂല്ലേ. എന്നെ പോയി. കഴിഞ്ഞുവേ എന്താ സ്പീഡിൽ തിന്നെ. അമ്മക്ക് തരാണ്ട്. അമ്മക്ക് താ ഒരു കടിതാ. മതിയേ. അങ്ങനെ ഇന്നും വൈകുന്നേരമായി. ചായ വെക്കൽ പരിപാടിയിലാണേ. നിച്ചുട്ടി പുറത്തുനിന്ന് ചോറ് കളിയാണ്. ചായക്ക് വേണ്ടിയിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വേഗം ചായ വെക്കട്ടെ. കുറച്ച് നേരമാണ് നിച്ചുവിൻ്റെ ഒപ്പം കടന്നു വെറുതെ. അങ്ങനെ ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അച്ഛൻ. നമ്മൾ ലിസ്റ്റൊക്കെ എഴുതി കൊടുത്തിട്ട് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അടുക്കളയിലേക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ എടുത്തു വെക്കലാണ്. അതൊരു ചടങ്ങാണല്ലോ. അപ്പോൾ എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. അത് അതിൻ്റേതായ പെട്ടികളിൽ ആക്കി വെക്കണം. അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് ഇവിടെ ജസ്റ്റ് വെക്കുകയേ വേണ്ടൂ കേട്ടോ. കൊണ്ടുവന്ന് വെക്കേണ്ട താമസം അതിനകത്ത് ഉറുമ്പൊക്കെ കയറിക്കോളും. എന്തൊരു ഉറുമ്പാണെന്നറിയാം. ഈ ഉറുമ്പ് വരാണ്ടിരിക്കാൻ എന്തെങ്കിലും ടിപ്പുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരണേ. പറയുന്നവരൊക്കെ അവരവരെ വീട്ടിലൊക്കെ ഉണ്ട് എന്ന് പറയുന്നുണ്ട്. ഇത് ചോറ് വെച്ചിട്ട് ചോറ് വാർത്താൽ അതിനകത്ത് വരെ ഉറുമ്പാണ്. ഈ ചോറിനകത്തെല്ലാം കയറിയിട്ട് ഉറുമ്പിന് എന്ത് കിട്ടാനെന്തോ അത്രയും ഉറുമ്പാണ്. അപ്പോൾ നമ്മൾ പറയുമ്പോൾ ബാക്കിൽ നിന്ന് സൈബുത്ത പറയും എന്നാൽ കത്തുന്ന അടുപ്പിൽ വരെ ഉറുമ്പ് കയറുന്നുണ്ട്, എന്നിട്ടല്ലേ ചോറില്ലെന്ന് പറയും. എല്ലാവരുടെ അടുത്തും ഉണ്ട്. എന്നാൽ ഇതെന്ത് ചൊറയാണെന്നറിയോ. ഒരു സാധനം നമുക്ക് വെക്കാൻ പറ്റില്ല. അത്രയും ഉറുമ്പ് പരതി പിടിച്ചിട്ട് വന്നിട്ട് കയറിക്കോളും. അപ്പോൾ അതിനെന്തെങ്കിലും ഒരു ടിപ്പ് ഉണ്ടെങ്കിൽ പറഞ്ഞു തരണം കേട്ടോ, ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ. അപ്പോൾ ഞാൻ സാധനങ്ങളൊക്കെ എടുത്ത് വെക്കുന്നതിൻ്റെ ഇടയിൽ നിച്ചൂട്ടി വന്നിട്ടുണ്ട്. അത്ര ഒരു 5 മിനിറ്റ് മാത്രമേ അമ്മേനെ കണ്ടുവെക്കൂലൂ. അപ്പോഴേക്ക് അമ്മേന്ന് വിളിച്ചിട്ട് വന്നോളും. അമ്മമ്മയൊന്നും എടുത്തിട്ട് പോകുന്നേ ഇല്ല. അപ്പോൾ അത് നിച്ചൂട്ടിനെ വെച്ചിട്ട് എന്തായാലും പറ്റൂലല്ലോ. നിച്ചൂട്ടി അതൊക്കെ വാരി കളയുകയും ചെയ്യും, സമ്മതിക്കുകയില്ല. അതുകൊണ്ട് ഞാൻ വേഗം നിച്ചൂട്ടിനെ ഒഴിവാക്കിയിട്ട് അങ്ങോട്ട് അമ്മേൻ്റെ അടുത്തേക്ക് ആക്കിയിട്ട് വേഗം എടുത്ത് വെക്കുവാന്ന്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വ്ളോഗ് നമുക്കിവിടെ അവസാനിപ്പിക്കാം. ഞാൻ പറഞ്ഞില്ലേ കുറച്ച് വയ്യാത്തതുകൊണ്ട് അധികം സമയം എടുക്കുന്നില്ല. അപ്പം നാളെ നമുക്കൊരു അടിപൊളി വ്ളോഗുമായിട്ട് കാണാം. നിച്ചൂട്ടി നല്ല കളിയിലാണ്, വേർത്ത് കുളിച്ചിട്ടുണ്ട്. വേഗം കുളിപ്പിക്കട്ടെ ഇനി, അല്ലെങ്കിൽ വേർപ്പിറങ്ങിയിട്ട് ആദ്യം കോൾഡ് പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ടാറ്റാ.